കേരള യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന പേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റും ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. സെയിം അക്കൗണ്ടിംഗ് പീരീഡിൽ ലഭിക്കുന്ന യൂട്ടിലിറ്റി പേയ്മെൻറ്റിനെ എക്സ്പെൻസ് എന്നും വർഷത്തിൽ കൂടുതൽ യൂട്ടിലിറ്റി ഓഫ് പേയ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പെൻഡിച്ചർ എന്നും പറയുന്നു. റെസിപ്റ്റിൻ്റെ ബേസിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡിനെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് നോക്കാം. ഇനി എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് നോക്കാം. ഏതൊക്കെ ഏണിങ്സ് ആണ് നമ്മൾ റവന്യൂ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നതാണ് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മുടെ റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷന് ജനറേറ്റ് ചെയ്യുന്ന റെസിപ്റ്റ്, ദെൻ ഗുഡ്സ് ഓർ സർവീസസ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏണിങ്സ്, അതുപോലെ ഒരു ബിസിനസ് കൺസേണിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് റവന്യൂ റെസിപ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിനൊരു റെക്കറിങ് നേച്ചറാണ് ഉള്ളത്. റവന്യൂ റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ്, ഇതൊക്കെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നോർമൽ കേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് അല്ലാതെ കിട്ടുന്ന ഏണിങ്സിനെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നോൺ റെക്കറിങ് നേച്ചറാണുള്ളത്. കാരണം ഇത് ബിസിനസ് വഴി റെഗുലറായിട്ട് ഏൺ ചെയ്യുന്ന ഏണിങ്സ് അല്ല. ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റൊക്കെ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസ്സിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ റേസിങ്, ഡിബഞ്ചറോ മറ്റ് ലോൺസോ വഴി കിട്ടുന്ന പേയ്മെൻറ്റ്സിൻ്റെ റെസിപ്റ്റ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോഴ്സിൻ്റെ ബേസിൽ നോക്കുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് റൈസ് ചെയ്യുന്ന റെസിപ്റ്റ് അല്ല. പക്ഷേ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് റൈസ് ചെയ്യുന്ന റെസിപ്റ്റ് ആണ്. നേച്ചർ വൈസ് നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റിന് ക്യാപിറ്റൽ നേച്ചറും റവന്യൂ റെസിപ്റ്റിന് റവന്യൂ നേച്ചറുമാണുള്ളത്. ഒക്യുറൻസിൻ്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് നോൺ റെക്കറിങ് നേച്ചറും റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് റെക്കറിങ് നേച്ചറുമാണ്. എക്സാമ്പിൾ വൈസ് നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും ലോൺ റൈസിങ്ങുമാണ്. റവന്യൂ റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ്, റെൻറ്റ് ഫ്രം ടെനൻസ്, ഡിവിഡൻസ് റിസീവ്ഡ് എക്സെട്രാസ്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഒരു അക്കൗണ്ടിങ് ഇയർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഇത് ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നതിലോട്ട് ലീഡ് ചെയ്യുന്നില്ല. ഇത് കൂടുതലും റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ളതാണ്. ഇതിന് റെക്കറിങ് നേച്ചറാണുള്ളത്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻഡിച്ചർ, ഓഫീസ് എക്സ്പെൻസസ്, സാലറീസ്, വേജസ് എന്നിവയുടെയൊക്കെ പേയ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ഒരു അസറ്റിൻ്റെ അപ്കീപ്പിങ്ങിന് വരുന്ന എക്സ്പെൻഡിച്ചർ, ഇവയൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ്. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ബെനിഫിറ്റ് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ ഒതുങ്ങുന്നതല്ല. ഇത് നമ്പർ ഓഫ് അക്കൗണ്ടിംഗ് ഇയറിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നോൺ റെക്കറിങ് നേച്ചറാണ് ഉള്ളത്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴോ അത് അക്വിസിഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ഒരു ഫിക്സഡ് അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ഒരു ബിസിനസ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൈറ്റ് അക്വയർ ചെയ്യുന്നതിന്
വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ ഇവയൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നോക്കാം. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാൽ ഒരു അക്കൗണ്ടിംഗ് പീരിയഡിൽ ഉണ്ടായ എക്സ്പെൻസസ് അത് പക്ഷേ ഫ്യൂച്ചർ പീരിയഡിനെ മൊത്തത്തിലോ ഭാഗികമായോ ആപ്ലിക്കബിൾ ആകുന്ന തരത്തിലുള്ള എക്സ്പെൻസസിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചർ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ ഒതുങ്ങുന്നതല്ല, ഫ്യൂച്ചർ അക്കൗണ്ടിംഗ് ഇയറിലോട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് പർപ്പസ് ബേസിൽ നോക്കുമ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുമ്പോഴുണ്ട്, അക്വിസിഷൻ മൂലം ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഈ ഫിക്സഡ് അസറ്റിൻ്റെ മെയിൻ്റെനൻസിലും മൂലം ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ്. ഏണിംഗ് കപ്പാസിറ്റി ബേസിൽ വരുവാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പീരിയോഡിസിറ്റി ഓഫ് ബെനിഫിറ്റിൻ്റെ ബേസിൽ നോക്കുമ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒത്തിരി വർഷത്തിൽ അതിൻ്റെ ബെനിഫിറ്റ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. പ്ലേസ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്, അസറ്റ് സൈഡിലാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ഇത് കാണിക്കുന്നത്. ഒക്യുറൻസ് ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നോൺ റെക്കറിങ് നേച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറിന് നേച്ചറുമാണ് ഉള്ളത്. ഇനി രണ്ടിൻ്റെയും എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് സച്ചസ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് സാലറി, ക്യാരിയേജ് എക്സെട്രാസ്.